ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസാർ ബോൺസായി ആണ്. ഒരുപാട് കാലത്തിനല്ല കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഗൾഫിലാണുള്ളത്. മുമ്പ് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഗൾഫിൽ വന്നതിന് ശേഷം വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു സൺഡേ കിട്ടി, നമ്മൾ അന്ന് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ അടുത്തിടെ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് വീഡിയോസിൽ കണ്ടിരിക്കുന്ന സ്ഥലത്തോട് തന്നെയാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് പോവാണ്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റും ഒക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ചാനൽസിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ കൊടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ക്ലൈമറ്റ് തണുപ്പിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. വണ്ടിയിൽ വലിയൊരു തണുപ്പില്ല, ചെറിയ ചൂട് അവശേഷിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുന്നത് ഒരു രസമാണ്. പക്ഷേ ചില സമയത്ത് ആകെ എന്താ പറയുക, മൈൻഡ് ഒരു ഗ്ലൂമി മെൻറ്റാലിറ്റിയിലോട്ട് മാറും. ഭയങ്കര അലസതയായിരിക്കും, ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ ഭണ്ഡാരങ്ങളൊക്കെ നമ്മൾ അഡിക്റ്റായി തുടങ്ങിയതോടുകൂടെ നമ്മുടെ സമയങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഈ അലസത പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ തോന്നുന്നത്. അതും കണ്ട് പിന്നെ കിടന്നാൽ സമയം പോകുന്നത് മനസ്സിലാവില്ല. അതാണ് സംഭവം. അല്ല, ബിൽഡിങ്ങുകൾ ഇങ്ങനെ കണ്ട നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്കൈലൈൻ വ്യൂ പോലെ നല്ല രസമില്ലേ കാണാൻ. ഇതുപോലെ ഇടയ്ക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മൈൻഡൊന്ന് സെറ്റാവും. നല്ലപോലെ വണ്ടികളിങ്ങനെ ട്രാക്ക് മാറി കുത്തിക്കയറ്റി വരും. അതൊരു പണിയാണ്. ഇങ്ങനത്തെ ഈ എക്സിറ്റുകൾ വരുമ്പോൾ ഒരു ശ്രദ്ധ നല്ലതാണ്. കാരണം പുതുതായിട്ട് ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന ആൾക്കാർ, അതായത് എന്നെ പോലെ തന്നെ അത്ര പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് കയറുമ്പോൾ ഇതല്ലായിരുന്നല്ലേ, ഇങ്ങോട്ടാണല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്ന് പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് കയറ്റും. ഇപ്പം എനിക്ക് പറ്റിയതാണ് നേരത്തെ. Keep left to stay on another street. നിങ്ങളെ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു ഫാമിലിനെ. എന്തൊക്കെ ആൾക്കാരാണല്ലേ, മര്യാദക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയാൽ പോലെ.
ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിപ്പോകുന്നുണ്ടോ ഇങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? അത്യാവശ്യം വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ കാറ്റടിക്കുമ്പോൾ കൂട്ടി പിടിക്കുകയാണ് പൊങ്ങിപ്പോകുന്നതുകൊണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അത്യാവശ്യം അതൊക്കെ ആലോചിച്ചിട്ട് ഡ്രസ്സ് എടുത്താൽ പോരെ. എടാ സോളോ ട്രിപ്പാ മാക്സി. ഞാൻ പിന്നെ ബുക്ക് ഫെയറിലോട്ട് ഇറങ്ങി കേട്ടോ. ഇത് വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിന്നോടൊരു സോറി പറയാണ്. മുൻകൂട്ടി ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. Exit the roundabout, then turn right. കാരണം നീ ദുബായിലല്ലേ? സ്ഥലത്തെത്തിയെന്ന് തോന്നുന്നു. ഏകദേശം ഒരു വണ്ടിയും ആൾക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ലാസ്റ്റ് ഡേ ആയത് കാരണം ചിലപ്പോൾ നമ്മൾ സ്പോട്ട് എത്തി. റൈറ്റ് സൈഡ് കാണുന്നില്ല നിങ്ങൾ? ഈ റെഡ് ഓറഞ്ച് കളറിൽ ഇതാണ്. Destination is on the right. നമുക്ക് അടുത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. നമ്മൾ ഏതോ ഒരു കാട്ടുമുക്ക് പോയിട്ട് കച്ചയിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടുത്തെ റഷ് കണ്ട. ഈ S24 അൾട്ര എടുത്തതിന് ശേഷം ഫസ്റ്റാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എടുത്തിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും വീഡിയോയുടെ HD ക്ലാരിറ്റി ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ, ഞാൻ ഫസ്റ്റ് 10 വർഷത്തിന് മേലെയായി പ്രവാസ ജീവിതത്തിൽ, പക്ഷെ ആദ്യമായിട്ട് ഞാനിതാ ഷാർജ ബുക്ക് ഫെയർ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം കേട്ടോ. ഇതാണ് എക്സിറ്റ് വേ, ഇതാണ് എൻട്രി വേ. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കയറിയാൽ മതി. كنا قاسم ونص.
ഇത് ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു. സിറിയ, UAE, കുവൈറ്റ്, ജോർദാൻ, ലെബനോൺ, കുവൈറ്റ്, ലെബനോൺ, UAE. വൻ സെറ്റപ്പാണ് കേട്ടോ. ഇതൊക്കെ UAE DC ബുക്സ് ദുബായ്. നമ്മുടെ മലയാളം ബുക്കുകൾ കണ്ടു തുടങ്ങിയല്ലോ. DC ബുക്സ് കേട്ടോ. ഇന്ത്യ, ليس واقع. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ ബുക്ക് ഫെയറിൽ നിന്ന് നമ്മൾ ഇറങ്ങി പതുക്കെ മടങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ ഒരുപാട് ബുക്ക് സ്റ്റാളുകളിലൊന്നും ഞാൻ പിന്നെ അങ്ങനെ കറങ്ങാൻ നിന്നില്ല. കാരണം ഇപ്പം തന്നെ ഒരുപാട് സമയം പോകുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം കാണുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ലൈക്കുകളൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ തൽക്കാലം ഒരു ബൈ ബൈ.